നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടെ ഞാൻ രാവിലെ എനിക്കപ്പോൾ ഒരു നല്ല മൂഡ് തോന്നി ഇടാൻ തോർത്ത് കുളിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇട്ട് നമുക്ക് പിന്നെ ചിലപ്പോൾ ആ ഒരു ഇത് തോന്നത്തില്ല. വായിലിങ്ങനെ വന്ന് നിൽക്കുന്നു പറയൂ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കാതെ ഓർത്ത് പറഞ്ഞ് ഏതായാലും നല്ല പ്രതികരണമാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന്, നമ്മൾ ദൈവമൊന്നുമല്ലല്ലോ, നമുക്ക് തെറ്റൊക്കെ പറ്റും. ആർക്കെങ്കിലുമൊക്കെ ചെറിയ തെറ്റിലിങ്ങനെ പ്രവേശിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവരത് ബാക്ക് അടിക്കട്ടെ, സ്വന്തം ജീവിതത്തിലേക്ക് ശരിയാണല്ലോ എന്നതൊരു ബോധം വരും. ചിലരെയൊക്കെ നല്ലൊരു ഫ്രണ്ട്സ് പോലും കാണത്തില്ല ഒരു നേർവഴി കാണിച്ചു കൊടുക്കാൻ. ചിലപ്പം ചില ഫ്രണ്ട്സ് മോശം മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും, മനസ്സിലായേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ വീഡിയോ ഇട്ടത്, കേട്ടാ. അപ്പോൾ എല്ലാവരും തന്നെ പ്രതികരണം. എന്നിട്ട് ചിലർ വന്നിട്ട് പറയും, സിംഗുമ വേഗമാ. എനിക്ക് സ്വസ്ഥതയും സമാധാനം തന്നെ. ഫോണിൽ എത്ര മെസ്സേജ് എന്നറിയാം, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിങ്ങനെ ഇരിക്കാൻ. അപ്പോൾ എനിക്ക് ഞാൻ അടുത്ത പറയണമെന്ന് പറയാം ചക്കരകളെ. ഒരുപാട് പേര് സ്ത്രീകൾ ഓരോ കാര്യങ്ങൾ അച്ചാറുണ്ടാക്കി വിൽക്കുന്നവർ, പട്ടിയെ വിൽക്കുന്നവർ, പട്ടിക്കുട്ടികളെയൊക്കെ വീട്ടിൽ വിൽക്കുന്നവർ, ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പൂച്ചക്കുട്ടികളെ വിൽക്കുന്നവർ, പിന്നെന്താണ് ഓരോരോ ഉൽപ്പന്നങ്ങൾ, സ്ത്രീകളായിട്ട് വസ്ത്രം വിൽക്കുന്നവരുണ്ട്, നൈറ്റി മാത്രം വിൽക്കുന്നവരുണ്ട്, ബെഡ്ഷീറ്റ് മാത്രം വിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരും എൻ്റെ അടുത്ത് ഇങ്ങനെ സിംഗുമ ഒന്ന് വീഡിയോ ഇടില്ല. എൻ്റെ ഈ വീഡിയോയിൽ അതൊന്നും ഇടാൻ പറ്റത്തില്ല. പക്ഷെ ഞാനതുകൊണ്ട് ഓർത്ത് ചാരിറ്റി ചോദിക്കുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതെല്ലാം എനിക്ക് എൻ്റെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനോട് തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ ഇന്നലെ അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറയാം, ഒരു കാര്യം തീരുമാനിച്ച് എനിക്ക് വെച്ച് താമസിപ്പിക്കുന്നത് ഇഷ്ടമല്ല, അപ്പം തന്നെ അത് ചെയ്യണം. അതുകൊണ്ടത് ഞാനിപ്പം സിംഗിൾ ബോബൻ വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡ് ചാനൽ ഞാനിപ്പം ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. വേറൊന്നുമല്ല, വുമൺസിന് വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും സ്ത്രീകളായിട്ടുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ, ലോകം അറിയാതിരിക്കുന്ന ഇപ്പം ഞാനിപ്പം ആലപ്പുഴ ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. അപ്പോൾ ആ ചുങ്കത്തിൻ്റെ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവിടെ ഇന്ന സാധനം വിൽക്കാനുണ്ട്. ഇപ്പം മുളക് പൊടി വിൽക്കുന്നവരാണെങ്കിൽ ഇപ്പം എനിക്ക് ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന എടപ്പള്ളിക്ക് അപ്പുറത്താണ് വാരാപ്പുഴ സ്ഥലം. ആ വാരാപ്പുഴയൊരു പുള്ളിക്കാരി നന്നായിട്ട് മുളക് മേടിച്ച് കഴുകി ഉണക്കി പൊടിപ്പിച്ചിട്ട് നല്ല സൂപ്പർ മുളക് പൊടിയായിരുന്നു. അത് ഞാൻ മേടിച്ചായിരുന്നു 1-2 വട്ടം. അത് എനിക്ക് യൂട്യൂബിലൂടെ ഞാൻ പരിചയപ്പെട്ടതാണ്. പുള്ളിക്കാരി എൻ്റെ യൂട്യൂബിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്ത് എന്നെ വിളിച്ച് ചോദിച്ചു, സിംഗുമ എൻ്റെ ഇന്ന് മുളക് പൊടി മേടിക്കും, ഞാൻ നല്ല ക്വാളിറ്റിയുള്ള മുളക് പൊടി കൊണ്ടുതരും. ഞാൻ എന്നെ വീഡിയോ കാണിച്ചു തന്നെ വെളുത്തിട്ട് ഉണക്കുന്നതും കഴുകുന്നതും എല്ലാം പുള്ളിക്കാരി എനിക്ക് കാണിച്ചു തന്നു. എന്നിട്ട് അത് പുള്ളിക്കാരി എനിക്ക് കൊണ്ട് തന്ന്, ഞാൻ പുള്ളിക്കാരി ഒരു കാരണം കടയിൽ നിന്ന് എനിക്ക് മേടിച്ച് ഞാൻ പൊടിപ്പിച്ചെടുക്കുവാണ്. പക്ഷേ എങ്കിലും അത് അതുകൊണ്ട് വിജയിക്കുന്നെങ്കിൽ വിജയിക്കട്ടെ. ഒരാൾക്ക് ഒരു തൊഴിൽ സംരംഭം ഉണ്ടാകുമ്പം അവർക്കത് ജീവിക്കാനൊരു വരുമാനം ഉണ്ടാവുക, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. എനിക്ക് അങ്ങനെ സപ്പോർട്ട് കൊടുക്കണമെന്നുണ്ട്. അപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം ഞാൻ ഈ ചാനലിലൂടെ ചെയ്യാൻ നോക്കും. അപ്പം ആ മുളക് പൊടി പുള്ളിക്കാരി കൊണ്ടുവന്നിട്ട് ഞാൻ പുള്ളിക്കാരിയുടെ സ്ഥിരം പിന്നെ പുള്ളിക്കാരിയോടാണ് മുളക് പൊടി മേടിച്ചത്. എല്ലാ കടയിൽ നിന്ന് സാധാരണ മേടിക്കുന്നതിൽ 10 രൂപ കൂടുതലാണെങ്കിലും അതിനൊരു ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെയുള്ള എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് എൻ്റെ വീഡിയോയിൽ ഇടുമ്പോൾ എന്നെ വിശ്വസിച്ചിട്ട് വന്ന ആളുകൾ മേടിക്കുമ്പോൾ ക്വാളിറ്റി 10 രൂപ കൂടുതലായാലും നിങ്ങൾ മേടിച്ചു, പക്ഷേ എല്ലാം ക്വാളിറ്റി നോക്കണം. നമുക്ക് മായമൊന്നും ചേർക്കാതെ ഒക്കെ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്താം. നമ്മളൊരു മായം ചേർത്തൊരു സാധനം വിറ്റാൽ കുറേ നാൾ കഴിയുമ്പോൾ അത് നമുക്ക് ചീത്തപ്പേരും ഉണ്ടാക്കും. കുറേ പേർക്ക് രോഗവും അസുഖവും ഒക്കെ വരുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രാക്കും ശാപമായിട്ട് നമുക്കല്ലെങ്കിൽ നമ്മുടെ തലമുറയെ അത് ബാധിക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ കള്ളങ്ങൾ ചെയ്ത് താൽക്കാലിക ലാഭത്തിനും സുഖത്തിനും വേണ്ടി അങ്ങനെയുള്ളതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്യുവറായിട്ട് നിൽക്കുക അല്ലേ. നമുക്ക് കുറച്ച് നാളിവിടെ നമ്മുടെ ജീവിതമൊക്കെ കുറച്ച് നാളേ ഉള്ളൂ. അപ്പോൾ ആ സമയം നമ്മൾ നല്ല കാര്യങ്ങൾ ഒരു വെള്ളവും ഈ ജീവിതത്തിൽ ചേർക്കാതെ അങ്ങോട്ട് ജീവിക്കാൻ നോക്കുക. അപ്പം നമുക്ക് സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം കിട്ടും. കുറേ പണം കൂട്ടി വെച്ച് അല്ലെ ബാങ്കിൽ കുറേ അക്കൗണ്ടിൽ പണമായി വലിയ വീടും ബംഗ്ലാവും ഒക്കെ വെച്ചിട്ട് അതിനകത്ത് മനസമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ വെള്ളം ചേർക്കാത്തൊരു ജീവിതമായിരിക്കണം. ഒന്നിലും മായം ചേർക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു അച്ചാറ്, അങ്ങനെ അച്ചാറിടുന്നവർ കുറേ അച്ചാറൊക്കെ കാണിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ആ പ്രദേശത്തുള്ളവർ അവരുടെ അടുത്ത് നിന്ന് മേടിക്കാൻ നോക്കുക. അതല്ല ഓൺലൈനിൽ അവർ അത് വിൽക്കുമെന്നെങ്കിൽ അത് മേടിക്കാൻ നോക്കുക. നമ്മളങ്ങനെ പരസ്പരം ഒരു കൈകോർത്ത ഒരു സഹായം ചെയ്താൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. എന്താണേലും കുറച്ച് പേര് പറഞ്ഞിട്ട് ആട്ടുംകുട്ടികൾ വിൽക്കാനുണ്ട്, ഞാനിടാൻ തയ്യാറാണ്.
കുറച്ച് പേര് പറഞ്ഞ് എൻ്റെ സ്ഥലം വിറ്റ് പോകുന്നുണ്ട് സിംഗുമ്മ, പട്ടിണിയും പരിവട്ടമായിട്ടും ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ആ സ്ഥലമൊന്നും വിറ്റൊരു എനിക്ക് ഞാൻ ബ്രോക്കറല്ല. ഈ കല്യാണ കേസ് പോലും ഇതിനകത്ത് വന്നിട്ട് ഞാൻ ബ്രോക്കർ അല്ലെങ്കിൽ പോലും ഞാൻ അതിനകത്ത് ഇട്ട് കാണിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ പ്രദേശത്തിനടുത്തുള്ളവർക്ക് ഒരു വീട് വെക്കാൻ സ്ഥലം വേണം, അല്ലെ ചിലപ്പോൾ അറിയാതിരിക്കുമായിരിക്കും, നമ്മൾ പെട്ടെന്നായിരിക്കും ഇത് എൻ്റെ ഇതിലൂടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കയറി നോക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ് കേട്ടോ. ഇപ്പോൾ സ്ത്രീകൾക്കൊരു സ്വയം തൊഴിൽ ചെയ്തിട്ട് മറ്റുള്ളവരെ ഒന്ന് അറിയിക്കാൻ പാങ്ങില്ലാത്തവർ, ഇപ്പോൾ വേറെ ചാനലൊക്കെ ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീട്ടിൽ എടുത്തൊക്കെ ഒന്ന് പറയുമ്പോൾ അവർ പൈസ ചോദിക്കും, കമ്മീഷനൊക്കെ ചോദിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് എനിക്കൊന്നും വേണ്ട, എനിക്ക് കമ്മീഷനോ പ്രതിഫലമോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഇതിനകത്ത് കാണും, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അവരിൽ നിന്ന് അത് മേടിക്കുമ്പോൾ അവർക്കൊരു ജീവിതമാർഗ്ഗമാകും, അത്രയേ ഉള്ളൂ. അങ്ങനെ 10 പേര് അറിഞ്ഞു വരുമ്പോൾ അവരുടെ ആ സംരംഭത്തിൻ്റെ ഒരു ഡെവലപ്പ് ഉണ്ടാകും, അവരൊന്ന് വിജയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ വീട്ടമ്മമാരും എന്തെങ്കിലും ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാം, വാഴയ്ക്കപ്പം ഉണ്ടാക്കി കൊടുക്കാം, ഉഴുതോടെ ഉണ്ടാക്കി കൊടുക്കാം, പരിപ്പോടെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് എന്താണോ അറിയാവുന്നത് അത് ചെയ്യുക. എല്ലാവർക്കും അവരവർക്ക് അറിയാവുന്നൊരു തൊഴിൽ ചെയ്ത് എംബ്രോയ്ഡറി ചെയ്യാം. പിന്നെ അങ്ങനെ എന്തൊക്കെയാണ് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നവർ. ഞാൻ പറഞ്ഞില്ല, കഴിച്ച ഒരു കുട്ടി ആനയുടെ നെറ്റിപ്പട്ടം ഉണ്ടാക്കി വിൽക്കുന്നത്, ചേച്ചി എനിക്കൊന്ന് വിറ്റ് തരുമെന്ന്. ഞാനെന്ത് അപ്പോൾ കൃഷ്ണനെ ഉണ്ടാക്കുന്നവരുണ്ട്, ചെറിയ ചെറിയ ഉണ്ണിക്കണ്ണനെയൊക്കെ നല്ല മുത്ത് വെച്ച് ഉണ്ടാക്കുന്നവർ, അങ്ങനെ ഓരോന്നും എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ചോദിക്കുന്നവർക്ക് ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ആരാണ് വീഡിയോ ഇട്ടിരുന്നത് അവരുടെ എല്ലാം ഞാൻ ഒരു വീഡിയോ 10-20 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് അത് ഉൾക്കൊള്ളിക്കാവുന്നത്ര ഞാൻ ഉൾക്കൊള്ളിക്കും, നമ്പരും കാണും അതിനകത്ത്. പിന്നെ വലിയ വീഡിയോ ആണെങ്കിൽ 10 മിനിറ്റുള്ള വീഡിയോ, 5 മിനിറ്റുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വിട്ട് തന്നാൽ ഞാൻ ഇടാം കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് 1 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിലും ഞാൻ ഇടും കേട്ടോ. അത് ഭംഗിയായിട്ട് ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾ എനിക്ക് എടുത്തിടണം. ഇനി വസ്ത്രം വിൽക്കുന്നതാണെങ്കിൽ സ്ത്രീകളായിരിക്കണം, വലിയ വലിയ കടക്കാരുടെയൊന്നുമല്ല, ചെറിയ ചെറിയ സംരംഭം ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. നല്ലപോലെ വസ്ത്രമൊക്കെ എടുത്ത് കാണിക്കണം, നല്ല ഭംഗിയായിട്ട്. നിങ്ങളെ കാണിക്കണമെന്നില്ല, നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ കാണിക്കുക. ഞാനത് വസ്ത്രം നന്നായിട്ട് ഭംഗി, നൈറ്റി ആണെങ്കിൽ നൈറ്റി, സാരി ആണെങ്കിൽ സാരി, അത് പിന്നെ ഓവർ ലാഭമൊന്നും മേടിക്കാതെ 10 നമുക്ക് ലാഭം കുറച്ചിട്ട് ബിസിനസ് കൂട്ടുന്നതല്ലേ നല്ലത്. ലാഭമൊക്കെ, അതായത് എല്ലാവരും ഇപ്പം ഈ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം വലിയ പണക്കാരൊന്നുമില്ല, അത്ര വലിയ സാമ്പത്തിക വിരലെണ്ണാവുന്നവരൊക്കെ കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നു സാധാരണക്കാരാണ് എൻ്റെ വീഡിയോ കൂടുതലും കാണുന്നത്. വലിയ പൈസയുള്ളവരൊന്നും ആണ് എൻ്റെ വീഡിയോ കാണുന്നത് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പേരുകൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഉള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരണം കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്ത്രീ രത്നങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ പേഴ്സ് വിൽക്കുന്നവർ കാണും, ചൂല് വിൽക്കുന്നവർ കാണും, പിന്നെ കപ്പ വിൽക്കുന്നവർ കാണും. എന്ത് ഭണ്ഡാരമാണെന്ന് പറഞ്ഞാൽ എന്തും വിറ്റ് നിങ്ങൾ ജീവിക്കാൻ നോക്കുക. 10 രൂപ കിട്ടിയാൽ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകത്തുള്ളൂ, ജീവിക്കാനൊരു പ്രചോദനമാണ് പൈസ ഉണ്ടെങ്കിൽ, അല്ലേ? നമ്മൾ ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ചില വീടുകളിൽ പേയിങ് ഗസ്റ്റ് നിർത്തണം എന്ന് പറഞ്ഞാൽ പോലും, ഞാൻ എറണാകുളം ജില്ലയിൽ എറണാകുളം സിറ്റിയിൽ എടപ്പള്ളിയിൽ ഇന്ന സ്ഥലത്ത് പേയിങ് ഗസ്റ്റിനെ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്പർ ഇടും. അവർക്ക് 10 രൂപ ഉണ്ടാക്കാനായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റിനെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ എനിക്ക് 2 പേരെ നിർത്താൻ പറ്റത്തുള്ളൂ, ഞാൻ 2 പേരെ നിർത്തിയിട്ടുണ്ട്. കുറച്ചാൾ ഇപ്പോൾ അവർ പറഞ്ഞു വിട്ട്, എനിക്ക് അസൗകര്യം വന്നപ്പം പറ്റില്ല, മക്കളെ മാറാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടമല്ലേ അതൊക്കെ. നമുക്ക് 10 രൂപ കിട്ടിയില്ല, അപ്പം നാളെ ചോറും ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇച്ചിരി ബുദ്ധിമുട്ടിയാലും എന്താ, നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ ഈ 10 പൈസ കിട്ടുന്നത്, അല്ലേ? എല്ലാ കാര്യവും അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇനി വീട്ടു ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇടാം. സിംഗുമ്മ വീട്ടു ജോലിക്ക് എനിക്ക് ഒരാളെ ആവശ്യമുണ്ട്, വീട്ടു ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട്. ഞാനപ്പോൾ അത് വിട്ട് അതിൻ്റെ കൂടെ നമ്പർ ഇടും. അപ്പോൾ ആ പ്രദേശത്തുള്ളവർക്ക് ഡെയിലി വന്നു പോകുന്നവർക്കാകാം, ചിലപ്പോൾ പ്രസവിച്ചിട്ട് എന്ത് ടോട്ടലി ഒരു സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ, ക്ലീനിങ്ങിന് ആളെ വേണം, ഹൗസ് കീപ്പിങ്ങിന് ആളെ വേണം, എന്ത് വേണ്ടാരെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്തിടും. ആർക്കെങ്കിലും ജോലി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അല്ലേ? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്നും എൻ്റെ സിംഗിൾ ബോബൻ വേൾഡ് എന്നാണ് ആ ചാനലിൻ്റെ പേര്, നിങ്ങൾ നോക്കിക്കോ. ദൈവം അനുഗ്രഹിക്കട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ജീവിതമാർഗ്ഗം ഉണ്ടാകട്ടെ. ഇനി കല്യാണക്കാരിയാണെന്ന് പറഞ്ഞാലും എന്ത് പണ്ടല്ലോ ഞാനിടും കേട്ടോ. ഞാൻ ദൈവത്തെ വിശ്വസിച്ച് ഇടുകയാണ്. നല്ലൊരു ഇതായിട്ട് തീരട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇടുന്നത്. അതിൽ നമ്പർ എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം, ആരുടെയെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി ഇത് ഇന്ന സാധനം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്ത് പോവുക. ഇതിൽ മറ്റു ഉത്തരവാദിത്തങ്ങൾ എൻ്റെ അല്ല. നിങ്ങളൊന്ന് ഇതിലൂടെ ഒന്ന് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക, ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതല്ലാതെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ഇട്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. സിംഗുമ്മ എനിക്ക് അത് ചെയ്യണം, ഇത് അങ്ങനെയല്ല. നിങ്ങൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു, ഇത് എനിക്കൊരു ഉപകാരമാണ്, ഇത് സിംഗുമ്മയുടെ വീഡിയോയിൽ കൂടെ ഇടണമെന്ന് പറഞ്ഞാൽ ഓക്കെ.
എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റണ്ട. ഇനി ഈ ഫോണിലും ഇതിലും 2 ഫോണിലും കൂടെ ഞാനിങ്ങനെ കംപ്ലീറ്റ് സമയം ഫോണിലിരുന്ന ബോബഞ്ചേട്ടൻ എന്നെ കൊല്ലും. അതുകൊണ്ട് പിള്ളേർ കൊല്ലും. മൂത്ത പിള്ളേർ കൊച്ചൊക്കെ പറഞ്ഞേ അമ്മയ്ക്ക് ഞങ്ങൾ പറഞ്ഞൊന്നും കേൾക്കാൻ സമയമില്ല. ഇപ്പൊ കുറെ ഈ വാട്സപ്പ് അമ്മ കട്ട് ചെയ്യാനാ പറയുന്നത്. അവര് പറയുന്ന കേട്ടോ അവരുടെ കൂടെ ഞാൻ ഇരിക്കുമ്പോൾ റിലേ പോകണമെങ്കിൽ ഇരിക്കും. എന്താ പറയുക, ഒരാൾ പറഞ്ഞ കഥ എൻ്റെ മനസ്സിലുണ്ടായിരിക്കും, അവരുടെ വിഷമം അപ്പൊ അവർക്ക് എന്തോ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ പിള്ളേരോട് ഇരിക്കുമ്പോൾ റിലേ പോയി എനിക്ക് ഞാൻ സാധാരണ ചിരിച്ച് കളിച്ച് കോമഡിയൊക്കെ ആയിട്ടിരിക്കുന്ന ഭയങ്കര ഊർജ്ജമുള്ളൊരു സ്ത്രീയാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡൈനാമിറ്റ് എൻ്റെ തലയിലോട്ട് വന്ന് വീണ് ഞാനത് ഇരിക്കുമ്പോൾ ഞാൻ പിള്ളേർക്ക് കറക്റ്റുള്ള ആൻസർ ആയിരിക്കത്തില്ല അപ്പം കൊടുക്കുന്നത്. അപ്പോൾ പിള്ളേർ അമ്മയ്ക്ക് ഏത് സമയം യൂട്യൂബിലുള്ള അവരുടെ വിചാരം എന്ന് പറയും. അപ്പോൾ അതും വേണം ഇതും വേണം അല്ലേ ചക്കരകളെ. അങ്ങനെ ഇന്നിപ്പോൾ ഞാനിട്ട വീഡിയോയുടെ പ്രതികരണം കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, സന്തോഷം. അപ്പം നിങ്ങൾ എൻ്റെ ചാനലിന് മറന്നു പോകണ്ട. ഞാൻ ഇതിനകത്തോട് നിങ്ങൾ എനിക്ക് എന്താണ് നിങ്ങളുടെ കയ്യിൽ വിൽക്കാനുള്ളത് അത് നന്നായിട്ട് കാണിക്കണം. അത് അച്ചാറാണെങ്കിൽ അച്ചാർ അത് കാണിക്കണം. എന്നിട്ട് നിങ്ങൾ കൃത്യമായി നമ്പർ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ, ഇപ്പം പട്ടിക്കുഞ്ഞിനെയാണ് 2-3 പട്ടിക്കുഞ്ഞ് വീട്ടിൽ വിൽക്കാനുണ്ട്, അത് കൃത്യമായ നമ്പർ. എന്നിട്ട് ആ പട്ടിക്കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന എല്ലാം കാണിക്കണം. ആടും കുഞ്ഞ്, പശുക്കുഞ്ഞ് എന്ത് കണ്ടാലും മറ്റേ അത് ഞാനിടും. ഇത് യൂട്യൂബിൽ ആരും ഇതുവരെ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്, ഞാനാണെന്ന് തോന്നുന്നു. എൻ്റെ ബുദ്ധിയിൽ തോന്നിയ പോയക്കൊരു വലിയൊരു കാര്യമാണ് ചക്കരകളെ. ഞാൻ എന്തെങ്കിലും പക്ഷെ ലേഡീസ് അങ്ങനെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ടടാ. ചിലര് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഇട്ട് തരിക. എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാമല്ലോ, അതിലേക്ക് ഇട്ട് തരിക. എന്നിട്ട് ഞാനിത് എൻ്റെ ഈ സിംഗിൾ ബോബൻ വേൾഡ് എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടാ. നിങ്ങളെ കാണിക്കണമെന്നില്ല, നിങ്ങളെ കാണിക്കാതിരിക്കുന്നതെന്നല്ല, ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകണ്ട. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഇനി കാണിക്കണം എന്നുള്ളത് കാണിച്ചോ, ഞാൻ ഇതിനകത്ത് ഇടാൻ തയ്യാറാണ്. അതൊരു പൂർണ്ണ സമ്മതം. പിന്നെ അയ്യോ സിങ്കുമ്പോൾ അങ്ങനെയൊന്നും പിന്നെ എൻ്റെ പേര് ഒരു പ്രശ്നം ഉണ്ടാകരുത്. നിങ്ങളെ കാണിക്കാൻ നാണം ഉള്ളവർ കാണിക്കണ്ട. ദുരഭിമാനമോ അങ്ങനത്തെ പ്രശ്നമോ അല്ലെ മറ്റുള്ളവർ ആരെങ്കിലും കാണല്ലേ അങ്ങനെയുള്ളവർ അങ്ങനെ കാണിക്കണം. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഒരു താല്പര്യമാണത്. പക്ഷെ ഒരു സാധനം ജീവിക്കാൻ വേണ്ടി ഒരു നിവൃത്തിയില്ലാത്ത ആർക്കെങ്കിലും ഇന്നൊരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനിടും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇപ്പം എൻ്റെ അടുത്ത് ചാരിറ്റി ചോദിക്കുന്നുണ്ട്. അപ്പം മുഖത്തടിച്ചെനിക്ക് ചില നിവർത്തികെട്ട ആളുകൾക്ക് ഒരു സഹായം ചോദിക്കുമ്പം അത് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. അതും ചിലപ്പോൾ ഞാൻ ഇതിനകത്ത് ഇട്ടെന്നിരിക്കും. പക്ഷേ എൻ്റെ കാര്യം ഇത് ജെനുവിനാണോ ഇല്ലേന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്തൊക്കെ ഇങ്ങനെയൊക്കെ ഇടാൻ പേടി. പിന്നെ നാളെ എനിക്കിതുപോലെ ഒരു ചീത്തപ്പേരുണ്ടാകരുതല്ലോ എന്ന് ഓർത്തിട്ട്, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. ഇപ്പം ജെനുവിനാണ്. ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങൾക്കൊരു ചികിത്സാ സഹായം വേണം, ഞാൻ ഇതിൽ കൂടെ ഇടാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വാർഡ് കൗൺസിലറുടെ ലെറ്ററോട് കൂടി ഇടണം. എന്താ വാവേ അവരുടെ ഫോൺ നമ്പർ, ലെറ്റർ, അങ്ങനത്തെയൊക്കെ വീഡിയോ പിടിച്ചിട്ടാൽ മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. അല്ലാതെ എനിക്ക് കൃത്യമായി നിങ്ങളെപ്പറ്റി ഒരു പ്രൂഫ് കിട്ടാതെ, ഒരു ക്ലാരിറ്റി നിങ്ങളെക്കുറിച്ച് എനിക്ക് കിട്ടാതെ ഞാൻ ഒരിക്കലും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യത്തില്ല. അത് എനിക്ക് ചീത്തപ്പേരുണ്ടാകരുത്, എനിക്കൊരു തലവേദന നാളെ ഉണ്ടാകരുത്. ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ വെച്ചോ ഞാനൊന്നും ചെയ്യത്തില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി എന്നെ കാണുന്ന എൻ്റെ കുറേ ലേഡീസ് എന്നോടിത് ചോദിച്ചതിൻ്റെ പേര്, സഹോദരങ്ങൾ മഹാലക്ഷ്മികൾ ഇത് ചോദിച്ചതിൻ്റെ പേരിലാണ് ഞാനിത് ഇങ്ങനൊരു വീഡിയോ തുടങ്ങുന്നത് തന്നെ. എൻ്റെ ഈ വീഡിയോയിൽ ഇടാൻ അവർ പറഞ്ഞു, അതിലെനിക്ക് ഇടാൻ പറ്റുന്നത്. നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളെ ആവശ്യമുള്ള ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമായിരിക്കും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്കിത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും, നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാകും, ഉറപ്പായ കാര്യം. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം വേണം, സഹകരണം വേണം, കട്ടയ്ക്ക് സപ്പോർട്ട് വേണം. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോണം കേട്ടോ. ഓക്കെ ചക്കരകളെ.